ഇതിൻ്റെ മൂടി വെച്ചിട്ട് നമ്മൾ ഇന്നലെ ഒരു അസൽ ബുക്ക് മാർക്കർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇന്ന് നമ്മൾ ഈ ചെപ്പ് വെച്ചിട്ടാണ് കേട്ടോ. അത് പറയേണ്ട താമസം അത് അങ്ങനെ ചാടിപ്പോയി. ഇപ്പം എൻ്റെ കയ്യിൽ വെറുതെ നിൽക്കുന്നില്ല. ഇനി ഇതിന് ഇഷ്ടമില്ലാഞ്ഞിട്ടാണോ ആവോ, ഇനി സമ്മതം ചോദിച്ചിട്ട് ഓരോന്ന് ഉണ്ടാക്കാൻ നിന്ന് കഴിഞ്ഞാൽ അത് നടക്കില്ല. അപ്പോൾ നമ്മളിത് ഇത് വെച്ചിട്ട് ഒരു ബുക്ക് മാർക്കർ ഉണ്ടാക്കിയെടുക്കാൻ പോവാണ്. സംഭവത്തിന് നമ്മളൊരു കാർഡ്ബോർഡ് പേപ്പർ വേണം. അതിതാ ഒരു ഷേപ്പിൽ ഇതാ മുറിച്ചെടുത്തിട്ടുണ്ട്. കണ്ട ഒരു കൈ പോലെയൊക്കെ തോന്നുമെങ്കിലും സംഭവം കൈയല്ല കേട്ടോ. എന്നിട്ട് നമ്മളിതാ ഇതിനെ ഈ ഷേപ്പിലാക്കി എടുത്തിട്ട് നമ്മൾ ഈ പാത്രത്തിൻ്റെ ഉള്ളിൽ ജസ്റ്റ് ഇതായത് ഇങ്ങനെ ഫ്ലോ ചെയ്ത് വരുന്ന പോലെ ഒന്ന് ഒട്ടിച്ചെടുക്കാൻ പോവാണ് കേട്ടോ. ഇതിപ്പോൾ വന്ന ഐഡിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഏതോ ഒരു സൈറ്റിൽ ഇതുപോലെ കണ്ട ഒരു ബുക്ക് മാർക്കറാണ്. അത്യാവശ്യം നല്ല വിലയുണ്ടായിരുന്നു. ഒരു 200 സംതിങ് ഒക്കെ വിലയുള്ള ഒരു ബുക്ക് മാർക്കറായിരുന്നു. അതിൻ്റെ മെറ്റീരിയൽ വേറെ ആയിരിക്കും, പക്ഷെ നമുക്കത് ആവശ്യമില്ലല്ലോ, നമുക്ക് ആ ഒരു മോഡൽ മതിയല്ലോ. പിന്നെ ബുക്ക് മാർക്കർ ആകുമ്പോൾ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് മാറ്റി കൊടുക്കുകയും ചെയ്യും. അപ്പോൾ അത്യാവശ്യം ഒരു യൂസിന് ഇതൊക്കെ തന്നെ ധാരാളം. നമ്മൾ അതിൻ്റെ തന്നെ വേറൊരു ഷേപ്പ് വെച്ചിട്ട് നമ്മളൊരു പിടുത്തം കൂടി ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതാ ഇതുപോലെ സ്പിൽ ഔട്ട് ചെയ്ത പോലെയുള്ള ആ ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് കളർ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് ബുക്കിൻ്റെ ഉള്ളിൽ അങ്ങനെ വെച്ച് കൊടുക്കുക. പാത്രത്തിൽ നിന്ന് എന്തോ വീഴുന്ന പോലെ, ഇനി ചായ ആണെങ്കിൽ ചായ, അല്ലെങ്കിൽ പെയിൻ്റ് ആണെങ്കിൽ പെയിൻറ്റ്, അങ്ങനെ പോകുന്ന ഒരു രൂപത്തിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇഷ്ടപ്പെട്ട ലൈക്ക് കൂടെ. അപ്പോൾ നമുക്ക് അടുത്തൊരു ബുക്ക് മാർക്കറായിട്ട് കാണാം.